ഭൂകമ്പം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഖുർആനിലെ 99-ാം അധ്യായം 1 മുതൽ ആദ്യത്തിലെ 4 വചനങ്ങൾ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് പുറത്തു കളയുന്ന ദിവസം. അത്ഭുതം. ആരാണ് നിയന്ത്രിക്കുന്നത്? ഇദ സമാഉ ഫതറത് വഇദൽ കവാകിബു മുൻതസറത് വഇദൽ ബിഹാറു ഫുജിറത് വഇദൽ ഖുബൂറു ബുസിറത് അലിമത് നഫ്സു മാ ഖദ്ദമത് വഅഖറത് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. ആകാശം പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും അല്ലേ? നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും, പർവ്വതങ്ങൾ കടപുഴകി എറിയപ്പെടും, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടും, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. അങ്ങനെയൊരു ദിവസം, എല്ലാവരും ഈ ഭൂമുഖത്തുനിന്ന് യാത്ര പോകുന്ന ഒരു ദിവസം, എല്ലാം വിട്ട് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മനുഷ്യർ ഐനൽ മഫർ, എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? ഐനൽ മഫർ അഫഅമിന അഹ്ലുൽ ഖുറ അയഅതിഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ അഫഅമിന അഹ്ലുൽ ഖുറ. അല്ലാഹുവിന്റെ ചോദ്യം, ആ പട്ടണക്കാർ നിർഭയരാണോ? പടച്ചതമ്പുരാന്റെ ശിക്ഷ വരില്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും? ഗഹനമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഖുർആനിന്റെ 82-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങൾ വിളിച്ചുകൊണ്ട്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ലേ എന്ന് മനുഷ്യർ പറയുന്ന ദിവസം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇതാണ് അല്ലാഹു പറഞ്ഞ ആ സത്യവാഗ്ദാനം. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 52-ാമത്തെ സൂക്തമാണ്. അതെ, അല്ലാഹു പറയുന്നു, ഈ ലോകത്തിനൊരു നാശമുണ്ട്, ഈ ലോകം അവസാനിക്കും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഗീദു, തുടക്കിയിടത്തേക്ക് ഇതിനെ കൊണ്ടുപോകും. ഏതൊന്നിൽ നിന്ന് തുടങ്ങിയോ അങ്ങോട്ട്. ഈ ഭൂമിക്കൊരു നാശമുണ്ട്. W. സ്റ്റീഫൻ ഹാക്കിംഗ്, വിഖ്യാതനായ രണ്ടാം ഐൻസ്റ്റൈൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരൻ W. സ്റ്റീഫൻ ഹാക്കിംഗ്, തമോഗർത്തം, അദ്ദേഹത്തിന്റെ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന വിഖ്യാതമായ വിശ്വപ്രസിദ്ധമായ ഭുവനപ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ലോകം അന്തിമമായി തകരും. സൂര്യനും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഒന്നു ചേരും. യൗമ തകൂനു സമാഉ കൽമുഹിൽ വതകൂനു അൽജിബാലു കൽഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമ. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം, അതിലുള്ള സൂക്തമാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. സൂറത്ത് മആരിജ് 70-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വചനം. അവർ അതിനെ വിദൂരത്തായി കാണും, നാം അതിനെ സമീപസ്ഥമായി കാണും. ആകാശം ഉരുകിയ എണ്ണക്കേടം പോലെയാകുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം വരാറുണ്ട് അല്ലേ? ഫ്രാൻസിൽ കുലുങ്ങി, ജപ്പാനിൽ കുലുങ്ങി, ആർമീനിയയിൽ കുലുങ്ങി, സാൻ ഫ്രാൻസിസ്കോയിൽ കുലുങ്ങി, ലത്തൂരിൽ കുലുങ്ങിയില്ലേ? കുലുങ്ങി. ബ്രഹ്മപുത്ര നദിയുടെ ഗതി തിരിച്ചൊഴുകിയില്ലേ? ഹിമാലയ പർവ്വതം 100 അടി ഉയർന്നില്ലേ? ഇന്ത്യയിലുണ്ടായ ഭൂകമ്പങ്ങൾ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഏതു മനുഷ്യ ദൈവങ്ങളുടെ ശവകുടീരത്തിന്റെ മുമ്പിൽ ചെന്ന് ആര് പറയും? ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? സായിബാബക്ക് കഴിയുമോ? അബ്ബക്ക് കഴിയുമോ? തങ്ങന്മാർക്ക് കഴിയുമോ? ബീവിമാർക്ക് കഴിയുമോ? ഇല്ല. കാരണം മഹാന്മാരായ അമ്പിയാക്കൾക്ക് സാധിക്കുമോ? സാധിക്കും ഇല്ല. നിയന്ത്രിക്കാൻ സാധിക്കും, പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുമോ? ഇല്ല. ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു. നിങ്ങൾ ആരൊക്കെ എത്ര കാലം ജീവിക്കും? ആർക്ക് പറയാൻ കഴിയും? ഞെളിഞ്ഞു നിന്ന് ഞാൻ 90 കൊല്ലം ജീവിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ? ഏത് മതക്കാരനുണ്ട്? ഏത് നിരീശ്വരവാദിയുണ്ട്? വമാ യുഅമ്മറു മിൻ മുഅമ്മറിൻ വലാ യുൻഖസു മിൻ ഉമരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അല അല്ലാഹി യസീർ. വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 11-ാമത്തെ വചനമാണ്. ആർക്കൊക്കെ ദീർഘായുസ് നൽകപ്പെടും, ആർക്കൊക്കെ ഹ്രസ്വായുസുണ്ട് പറയാൻ കഴിയില്ല. ആരൊക്കെ 10 വയസ്സിൽ മരിക്കും, ആരൊക്കെ 20-ൽ മരിക്കും, ആരൊക്കെ 28-ൽ മരിക്കും, ആരൊക്കെ 120 കൊല്ലം ജീവിക്കും, ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഇന്ന് ഖുർആൻ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും, നിങ്ങൾ എവിടെ വെച്ച് മരിക്കും, ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇല്ല, ഒരാൾക്കും, ഒരു നിരീശ്വരവാദിക്കും, ഒരു സ്വച്ഛാധിപതിക്കും സാധിക്കുമോ? ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. സുനാമികൾ പ്രവചിക്കാൻ കഴിയുമോ? ഇല്ല. 1500 വീടുകൾ മാതാ അമൃതാനന്ദമായി നിർമ്മിച്ചു കൊടുത്തു കൊല്ലം ജില്ലയിൽ.
സുനാമി വന്നില്ലേ, തകർന്നില്ലേ, തരിപ്പണമായില്ലേ, അതറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നിർമ്മിച്ചു കൊടുക്കുമോ? ഇല്ല. 78 നോക്കൂ നിങ്ങൾ, 79ാമത്തെ ജന്മദിനാഘോഷത്തിന്റെ തൊട്ടു മുമ്പ് പുട്ടപ്പുറത്തിയിൽ ബാത്റൂമിലേക്ക് കയറിയ സായിബാബ വീണ് കാലൊടിഞ്ഞു. എന്തുകൊണ്ട്? ബാത്റൂമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കാലുവെച്ചാൽ ഞാൻ വീണെന്റെ കാലൊടിയും എന്ന അടുത്ത നിമിഷത്തിൽ ഭാവി അറിയാത്തത് കൊണ്ട്. അതറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യാപരമായ ഒരു സമീപനം സ്വീകരിക്കുമോ? ലോകമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. എങ്ങോട്ട്? ആരിലേക്ക്? 50 കൊല്ലം വയസ്സുള്ള ദൈവത്തിലേക്കാണോ? അല്ല. ശവകുടീരങ്ങളിലേക്കാണോ? അല്ല. മഠങ്ങളിലേക്കാണോ? അല്ല. പോട്ടകളിലേക്കാണോ? ധ്യാനകേന്ദ്രങ്ങളിലേക്കാണോ? അല്ല. പിന്നെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സിഖുകാരനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈ ലൈറ്റിന്റെ വട്ടത്ത് പാറി നടക്കുന്ന കൊച്ചു പ്രാണികളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനം പരമം ച ദൈവതം പതിംപദീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശമേദ്യം എന്ന് ശേതരോപനിഷത്തിൽ പറഞ്ഞ ഈ വിശ്വത്തിന്റെ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, അണ്ഡകടാഹത്തിന്റെ ജഗദീശ്വരൻ തമേശ്വരാണം തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ 18ാം അധ്യായം 62ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും എല്ലാം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ തമ്പുരാൻ, ലൗകിക നാഥൻ, ഏത് പേരിൽ വിളിച്ചാലും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവനെ, ആ സൃഷ്ടാവിനെ, ലോകത്തിന്റെ തമ്പുരാനെ, എല്ലാവരെയും അറിയുന്ന നാഥനെ, എല്ലാവരെയും നിയന്ത്രിക്കുന്ന നാഥനെ, എല്ലാ ഭാഷക്കാരെയും അറിയുന്ന തമ്പുരാനെ, കോടിക്കണക്കിന് മനുഷ്യന്റെ കോടിക്കണക്കിന് ആഗ്രഹങ്ങൾ, കോടിക്കണക്കിന് സന്ദർഭങ്ങളിൽ, കോടിക്കണക്കിന് ഭാഷയിൽ, കോടിക്കണക്കിന് ദിക്കുകളിൽ നിന്ന് ഉന്നയിക്കപ്പെടുമ്പോൾ അത് വേർതിരിച്ചറിയാൻ പറ്റുന്ന സർവാധിനാഥനായ തമ്പുരാൻ, കറുത്ത കരിമ്പാറക്കടിയിലൂടെ കറുത്ത രാത്രിയിൽ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാൻ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന രാജാതിരാജനായ തമ്പുരാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന. അല്ലേ? ആരെപ്പറ്റി എങ്ങനെ പറയാൻ കഴിയും? ആർക്കാണ് അങ്ങനെ പറയാൻ കഴിയുക? അല്ലേ? നമ്മൾ കേൾക്കില്ലേ, ഒരു കാലഘട്ടത്തിൽ സായിബാബ അന്തരിച്ചു. കേൾക്കും, നമ്മൾ കാത്തിരുന്ന് നമ്മൾ കാണും. വിലാപമുണ്ടാകുമെന്ന്, ആർത്തട്ടഹാസങ്ങൾ ഉണ്ടാകുമെന്ന്. അല്ലേ? എന്റെ മനുഷ്യരാരാധിച്ച ദൈവം ഇതാ മരിച്ചിരിക്കുന്നു. ഭക്തന്മാർ ജീവിച്ചിരിക്കുന്നു, ആ ഭക്തന്മാർ ആരാധിച്ച ദൈവം മരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അമ്മ മരിക്കില്ലേ? മരിക്കും. 58ാമത്തെയോ 60ാമത്തെയോ വയസ്സിൽ ഒരുപക്ഷെ അമ്മ മരിക്കേണ്ടി വന്നാൽ അമ്മയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഭക്തൻ ഉയർത്തിയ കൈകൾ അവന് താഴ്ത്തേണ്ടി വരും. പക്ഷെ അല്ലാഹു മരിക്കുമോ? സൂര്യനും ചന്ദ്രനും നശിക്കാത്ത കാലത്തോളം അതിനെ നിയന്ത്രിക്കുന്ന അധിപതിയായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മരിക്കുമോ? അലന്തറ കൈഫ ദറബല്ലാഹ്, വിശുദ്ധ ഖുർആൻ ചോദിക്കുക, അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജർ വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. വിശുദ്ധ ഖുർആൻ 22ാം അധ്യായം സൂറത്ത് ഹജ്ജ് 18ാമത്തെ വചനമാണ്. അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. മനുഷ്യർ കാണുന്നില്ലേ? ഭൂമിയും ആകാശവും സപ്തസാഗരങ്ങളും സപ്തപ്രപഞ്ചവും, അതേ ഈ 7-14 ലോകങ്ങളും സപ്തസാഗരങ്ങളും സകല ജീവജാലങ്ങളും ആ നാഥനെ സുജൂദ് ചെയ്യുന്നവർ കാണുന്നില്ലേ? വശംസു, സൂര്യൻ, വൽ ഖമറു, നക്ഷത്രം, വൻ നുജൂം, അല്ലെ ചന്ദ്രൻ, വൻ നുജൂം, നക്ഷത്രങ്ങൾ എല്ലാം, വൽ ജിബാലു, പർവ്വതങ്ങൾ, വസ്സജറു, മരങ്ങൾ, വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്,